നവംബർ 8, 2016 രാത്രി 8 മണി. നിങ്ങളന്ന് എവിടെയായിരുന്നു? ദുബൈയിലോ, റിയാദിലോ, ദോഹയിലോ? എവിടെയായാലും ആ ഫോൺ നോട്ടിഫിക്കേഷൻ വന്ന നിമിഷം പ്രധാനമന്ത്രിയുടെ ലൈവ് അനൗൺസ്മെന്റ്. ഇന്ന് രാത്രി 12 മണി മുതൽ കയ്യിലുള്ള 500ന്റെയും 1000ന്റെയും നോട്ടുകൾ അസാധുവാക്കുന്നു. വെറും കടലാസത്തുണ്ട്. വാല്യൂ 0. എനിക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പലർക്കും ഓർമ്മയുണ്ടാവും ഇത്തരം അനേകം സംഭവങ്ങൾ. നമ്മുടെ ഒരു സുഹൃത്ത് ആ നിമിഷം തന്നെ നമ്മളെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അവൻ്റെ ഭാര്യ നാട്ടിൽ ഒറ്റയ്ക്കാണ്. വീട്ടിൽ 80,000 രൂപയുണ്ട്. അനിയന്റെ ഒരു മെഡിക്കൽ എമർജൻസി കരുതി വെച്ച. രാത്രി 12 മണി കഴിഞ്ഞാൽ ആ പണം വെറും പേപ്പറായി മാറി. ATMകൾ അടഞ്ഞു, ബാങ്കുകൾ പൂട്ടി. അടുത്ത ദിവസം രാവിലെ നമ്മൾ കണ്ട കാഴ്ചകൾ മറക്കാനാവില്ല. ബാങ്കുകൾക്ക് മുമ്പിലെ നീണ്ട ക്യൂ, മണിക്കൂറുകളോളം വരി നിന്ന് തളർന്നു വീഴുന്നവർ. ഞാനിതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കായി പറയുന്നതൊന്നുമല്ല. നമ്മുടെ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചയോ ഒരു കാര്യത്തിന്റെ തെറ്റോ ശരിയോ ഒന്നുമല്ല. ഈ ചർച്ച അതല്ല. പക്ഷേ ആ ഒറ്റ രാത്രി കൊണ്ട് പേപ്പർ മണിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഒരു സത്യം നമ്മൾ കണ്ടതാണ്. ആ സത്യം ഇതാണ്: നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ നോട്ടിന്റെ മൂല്യം നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ഇത് ഗവൺമെന്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ 80,000 രൂപ ഒരു ഗൾഫിലുള്ള ഒരു പ്രവാസിയുടെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അതവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. സൗദിയിൽ ഭർത്താവ് ഉറക്കം കളഞ്ഞ് പണിയെടുത്തുണ്ടാക്കിയ ദിർഹം നാട്ടിൽ ഭാര്യ സൂക്ഷിച്ചു വെച്ചത്. അവരുടെ അനുവാദമില്ലാതെ എടുത്തൊരു തീരുമാനം കൊണ്ട് ആ പണം ഒറ്റയടിക്ക് ഉപയോഗശൂന്യമാണ്. ഇതൊരു അപ്രിയ സത്യമാണ്. നിങ്ങളുടെ പേപ്പർ മണി യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല, അത് ഗവൺമെന്റിൻ്റെതാണ്. അവർ അനുവദിക്കുന്നിടത്തോളം കാലം മാത്രം നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇത് ഇന്ത്യയിൽ മാത്രം നടന്ന കാര്യമല്ല, ലോകത്തിന്റെ ഏത് കറൻസിക്കും ഇത് ബാധകമാണ്. ഗവൺമെന്റ് നിയമങ്ങൾ മാറുന്നു, പഴയ നോട്ടുകൾ വേണ്ടെന്ന് വെക്കുന്നു. എങ്കിൽ പണത്തിനു മേൽ ഇങ്ങനെ പേപ്പറിൽ മൂല്യം എഴുതി തരുന്ന ഈ രീതി ആരാണ് തുടങ്ങിയത്? ഉത്തരം നമ്മളെ കൊണ്ടുപോകുന്നത് 1000 വർഷം മുമ്പുള്ള ചൈനയിലേക്കാണ്. 1000 വർഷം മുമ്പുള്ള ചൈന, സോങ് ഡൈനാസ്റ്റി ഭരിക്കുന്ന കാലം. കച്ചവടം പൊടിപൊടിക്കുക. പക്ഷേ ഒരു പ്രശ്നം: നാണയങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ കയ്യിൽ ചെമ്പ് കുറവായിരുന്നു. പകരം അവർ ഇരുമ്പ് നാണയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇരുമ്പിനൊരു പ്രശ്നമുണ്ട്, ഭാരം കൂടുതലാണ്, പക്ഷേ മൂല്യം കുറവും. ഒരു ചെറിയ ചെരുപ്പ് വാങ്ങണമെങ്കിൽ പോലും കിലോ കണക്കിന് ഇരുമ്പ് നാണയങ്ങൾ കൊടുക്കണമായിരുന്നു. ഒരു വലിയ സ്ഥലം വാങ്ങാനോ കാളകളെ വാങ്ങാനോ ആണെങ്കിൽ കാളവണ്ടി നിറയെ ഇരുമ്പ് നാണയങ്ങൾ ചുമന്നുകൊണ്ട് പോകണം. കവർച്ചക്കാർക്ക് ഇതൊരു വലിയ അവസരമായിരുന്നു. ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തിയത് ഗവൺമെന്റ് അല്ല, മറിച്ച് അവിടുത്തെ വ്യാപാരികൾ തന്നെയാണ്. ഒരു ബിസിനസ്സുകാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് ഓർമ്മിച്ചു വെക്കണം. പ്രായോഗികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് എപ്പോഴും ബിസിനസ് ചെയ്യുന്നവരാണ്, തിയറികളിരുന്നവരല്ല. വ്യാപാരികൾ ഒരു ബുദ്ധിപരമായ വഴി കണ്ടെത്തി. ഒരു പ്രമുഖ വ്യാപാരി ഒരു വലിയ നിലവറ നിർമ്മിച്ചു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാരമുള്ള ഇരുമ്പ് നാണയങ്ങൾ എൻ്റെ നിലവറയിൽ സുരക്ഷിതമായി ഏൽപ്പിക്കൂ. പകരം ഇത് കൊണ്ടുവരുന്ന ആൾക്ക് ഞാൻ 100 ഇരുമ്പ് നാണയങ്ങൾ നൽകും എന്നൊരു പേപ്പർ രസീത് തരാം. ഇതൊരു ഉറപ്പാണ്. പിന്നീടൊരു മാജിക്ക് സംഭവിച്ചു. ജനങ്ങൾ ഇരുമ്പ് നാണയങ്ങൾക്ക് പകരം ആ രസീതുകൾ ഉപയോഗിച്ചു കച്ചവടം ചെയ്യാൻ തുടങ്ങി. ഭാരമുള്ള നാണയങ്ങൾക്ക് പകരം ആ പേപ്പർ കൈമാറിയാൽ മതി, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ പേപ്പർ കറൻസി. ജിയാസി എന്നായിരുന്നു ഇതിന്റെ പേര്. ഇത് നിങ്ങൾക്ക് പരിചിതമായി തോന്നില്ലേ? അതെ, ഇന്ന് നിങ്ങൾ ലുലു എക്സ്ചേഞ്ചിൽ പോയി പണം നൽകി ഒരു രസീത് വാങ്ങുന്നു. അതിന്റെ നമ്പർ നാട്ടിലേക്ക് അയക്കുന്നു. നാട്ടിലുള്ളവർ അത് കാണിച്ച് പണം വാങ്ങുന്നു. പണം ഫിസിക്കലായി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല, മാറുന്നത് വെറും ഡിജിറ്റൽ രസീതുകൾ മാത്രമാണ്. ചൈനയിൽ 1000 വർഷം മുമ്പ് തുടങ്ങിയ അതേ സിസ്റ്റം. ഈ സിസ്റ്റം ഹിറ്റായതോടെ ഗവൺമെന്റ് അതിന്മേൽ കണ്ണുവെച്ചു. ഇത് കൊള്ളാലോ, നമുക്കിത് ഏറ്റെടുത്താലോ? AD 1023 ചൈനീസ് ഗവൺമെന്റ് പേപ്പർ മണി ബിസിനസ് ഏറ്റെടുത്തു. ഇനി ഗവൺമെന്റ് മാത്രമേ നോട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റൂ എന്ന് തീരുമാനിച്ചു. തുടക്കത്തിൽ എല്ലാം ഭംഗിയായി നടന്നു.
ഗവൺമെന്റ് പ്രിന്റ് ചെയ്യുന്ന ഓരോ നോട്ടിന് പിന്നിലും അത്രയും വിലയുള്ള ഇരുമ്പ് നാണയങ്ങൾ നിലവറയിൽ സുരക്ഷിതമായിരുന്നു. അതിനെയാണ് ടാക്കിംഗ് എന്ന് പറയുന്നത്. ജനം ഗവൺമെന്റിനെ വിശ്വസിച്ചു. പക്ഷേ എന്നും സംഭവിക്കുന്നത് അപ്പോൾ സംഭവിച്ചു: യുദ്ധം. മംഗോളിയൻ പടയോട്ടം തടയാൻ ചൈന ഗവൺമെന്റിന് വലിയ തുക വേണ്ടി വന്നു. നികുതി കൂട്ടാൻ പരിമിതിയുണ്ട്. അപ്പോൾ അവർക്കൊരു കുബുദ്ധി തോന്നി: നമുക്ക് കുറച്ച് കൂടുതൽ പേപ്പർ നോട്ടുകൾ അച്ചടിച്ചാലോ? ജനങ്ങൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ. അവരുടെ നിലവറയ്ക്കുള്ളിലുള്ള ഇരുമ്പ് നാണയങ്ങളെക്കാൾ എത്രയോ മടങ്ങ് നോട്ടുകൾ അവർ പ്രിന്റ് ചെയ്തു. പണം പെരുകി. പക്ഷേ വിപണിയിലെ സാധനങ്ങൾ അതേപടി നിന്നു. ഫലം എന്തായിരുന്നു? സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. ഒരു ചെറിയ സാധനം വാങ്ങാൻ ആദ്യം 10 നോട്ടുകൾ മതിയെങ്കിൽ പിന്നീട് 10,000 നോട്ടുകൾ വേണ്ടി വന്നു. ചരിത്രത്തിലെ ആദ്യത്തെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇതായിരുന്നു. പേപ്പർ നോട്ടുകൾക്ക് മൂല്യമില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ പേപ്പർ വലിച്ചെറിഞ്ഞ് വീണ്ടും ആ ഭാരമുള്ള ഇരുമ്പ് നാണയങ്ങളിലേക്ക് മടങ്ങി. കാരണം അതിന് യഥാർത്ഥ മൂല്യമുണ്ടായിരുന്നു. 1000 വർഷം മുമ്പ് ചൈനയിൽ നടന്ന ഈ സംഭവം പിൽക്കാലത്ത് ലോകത്ത് പലയിടത്തും ആവർത്തിച്ചു. പാറ്റേൺ എപ്പോഴും ഒന്നാണ്: പുതിയൊരു ഐഡിയ വരുന്നു, ജനം വിശ്വസിക്കുന്നു, ഗവൺമെന്റ് അത് ഏറ്റെടുക്കുന്നു. യുദ്ധമോ സാമ്പത്തിക പ്രതിസന്ധിയോ വരുമ്പോൾ ഗവൺമെന്റ് കണ്ണുപൂട്ടി പണം പ്രിന്റ് ചെയ്യുന്നു. പണത്തിന്റെ മൂല്യം ഇടിയുന്നു. ഒടുവിൽ ആ സിസ്റ്റം തകർന്നു വീഴുന്നു. 1923 ജർമ്മനിയിലും 2008 സിംബാബ്വേയിലും 2019 ലെബനനിലും നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലും 2022 സംഭവിച്ചത് ഇതേ പാറ്റേൺ ആണ്. 1000 വർഷം കഴിഞ്ഞിട്ടും മനുഷ്യൻ ഈ പാഠം പഠിച്ചിട്ടില്ല. ഈ ചരിത്രം നിങ്ങളുടെ NRE ഡിപ്പോസിറ്റുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നിക്ഷേപം എന്നത് ബാങ്ക് നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിലനിൽക്കുന്നത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന പേപ്പർ കറൻസിയിലാണ്. ഗവൺമെന്റ് പറയുന്നു ഈ പേപ്പറിന് വിലയുണ്ടെന്ന്, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഡിമോണിറ്റൈസേഷനും ലെബനിലും ശ്രീലങ്കയിലും ഒക്കെ നമ്മൾ കണ്ടതും ഈ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നതാണ്. പേപ്പർ മണിയുടെ മൂല്യം എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കും. മടങ്ങി വരുന്ന പ്രവാസി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്: നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഒറ്റ പേപ്പർ കറൻസിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ രൂപമായ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം സൂക്ഷിക്കുന്നത് അപകടത്തിന് സാധ്യതയുള്ളതാണ്. ഇത് ഇൻഫ്ലേഷനിൽ ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. പകരം റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ് അല്ലെങ്കിൽ വിജയകരമായ ബിസിനസ്സുകൾ, ചൈനയിലെ ആ ഇരുമ്പ് നാണയങ്ങൾ പോലെ യഥാർത്ഥ മൂല്യമുള്ള ആസ്തികളിലേക്ക് നിങ്ങളുടെ സമ്പാദ്യത്തെ മാറ്റേണ്ടതുണ്ട്. ചൈനയിലെ കഥ ഒരു തകർച്ചയിൽ അവസാനിച്ചു. പക്ഷേ ലോകം അതോടെ പഠിച്ചോ? 600 വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിലെ സ്വർണ്ണപ്പണിക്കാർ, ഗോൾഡ് സ്മിത്സ്, ഇതേ ഐഡിയ കൂടുതൽ വിനാശകരമായ ഒരു രീതിയിൽ അവതരിപ്പിച്ചു. അവർ കണ്ടെത്തിയ ആ വലിയ രഹസ്യമാണ് ഇന്നത്തെ മോഡേൺ ബാങ്കിങ്ങിന്റെ അടിത്തറ. അത് കണ്ടു കഴിയുമ്പോൾ ബാങ്കിനെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതി തന്നെ മാറിയേക്കും. അതിലേക്ക് പോകാം അടുത്ത വീഡിയോയിൽ.